പിന്നെ ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ തേടിക്കൊണ്ടാണ് ശാസ്ത്രലോകം അഗാധമായ ശാസ്ത്രത്തിൻ്റെ സയൻസിൻ്റെ ഒക്കെ ലോകത്തേക്ക് ഊളിയിട്ടിറങ്ങിയത്. ഇത്തരം ചില സൂചനകൾ മാത്രം വിശുദ്ധ ഖുർആൻ നടത്തിയപ്പോൾ അതിൻ്റെ അഗാധമായ മറ്റു വശങ്ങളെ പഠിച്ചപ്പോഴാണ് അവർ ഒരുപാട് മേഖലകളിലേക്കൊക്കെ ചെന്നു നോക്കിയത്. ഈ അമ്മ അബുദൗൽ ഖൽഖൊക്കെയാണ് വിശദീകരിക്കുമ്പോൾ എന്തെല്ലാം വരും? ഒരു സൃഷ്ടിപ്പ് അവിടെ അതിലേതെങ്കിലും ഇപ്പം നമ്മളെന്ന് പറയുന്ന ഒരു തന്മാത്രയോ അല്ലെങ്കിൽ അതിൻ്റെ കോശങ്ങളോ അതിൻ്റെ എണ്ണം കൂടുക കുറേ ചെയ്താൽ ആ സാധനാവില്ലല്ലോ, ആ സാധനമായി മാറില്ലല്ലോ. അത് ചേരുവകൾ അതിൻ്റെ കൃത്യമായ അളവിലാവണം. മനുഷ്യൻ എന്ന ജീവി, മറ്റുള്ള ജീവികൾ ഓരോന്ന് ഒന്നില്ലെന്ന് ഒന്നേ ഉണ്ടാകുന്നുള്ളൂ. ഇവിടെ ഡാർവിൻ സിദ്ധാന്തിച്ചതുപോലെ ഒന്ന് പോയിട്ട് വാല് മുറിഞ്ഞു, കുരങ്ങന്റെ വാല് മുറിഞ്ഞ് പിന്നെങ്ങനെ നിവർന്ന് നിൽക്കാൻ തുടങ്ങി, പിന്നെങ്ങനെ 4 കാലുമൊന്ന് ഒഴിവാക്കി 2 കാലുമോ നിൽക്കാൻ തുടങ്ങി, അന്നൊന്നും അല്ലല്ലോ. ആ വസ്തുക്കളൊക്കെ ഇവിടെ അങ്ങനെ തന്നെ ഉണ്ട്. ഒരു പരിണാമത്തിനും വിധേയമാകാതെ ലോകത്ത് ഫോസിലുകൾ ഖനനം ചെയ്ത് എടുക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന അത്തരത്തിലുള്ള അടയാളങ്ങൾ വരെ സാക്ഷ്യപ്പെടുത്തുന്നത് എന്താണ്? അവയിൽ നിന്ന് അവ തന്നെ ഉണ്ടായിട്ടുള്ളൂ. ചില ജീവികൾക്കൊക്കെ വംശനാശം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ നമ്മുടെ മുതുമുത്തച്ഛന്മാരൊക്കെ കുരങ്ങന്മാരായിരുന്നു, കുരങ്ങന്മാരിൽ നിന്നാണ് മനുഷ്യന്മാരുണ്ടായിരുന്നൊക്കെ നമ്മളൊക്കെ പണ്ട് സ്കൂളുകളിലൊക്കെ പഠിച്ചു. ഡാർവിൻ മൗലവി പഠിപ്പിച്ചത് അല്ലേ, വലിയ മൗലവർ പഠിപ്പിച്ചത് അതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കര ശാസ്ത്രമാണ്, സിദ്ധാന്തമാണെന്നൊക്കെ പറഞ്ഞിട്ട് യാതൊരു തലയും വാലും ഇല്ലാത്ത പൊട്ടപ്പോയത്തായിരുന്നു അത്. നമുക്ക് അധികം വൈകാതെ മനസ്സിലായി. അപ്പം അതൊക്കെ ശാസ്ത്ര നിഗമനങ്ങളാണ്. ശാസ്ത്ര നിഗമനങ്ങൾ വേറെയുണ്ട്, ശാസ്ത്ര സത്യങ്ങൾ വേറെയുണ്ട്. ശാസ്ത്ര സത്യങ്ങളാ ഖുർആൻ പറയുന്നത് മുഴുവനും ശാസ്ത്ര സത്യങ്ങളോട് യോജിക്കുന്ന കാര്യങ്ങളാണ്. നിഗമനങ്ങൾ ഇന്നൊന്ന് പറയും, നാളെ വേറൊന്നും മാറും. അതിൻ്റെ അപ്പുറം ഒരു സയന്റിസ്റ്റ് വന്ന അയാൾ വേറൊന്ന് പറയും. ഒരിക്കലും മാറൂല. നിഗമനങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. റബ്ബ് കൃത്യമായിട്ട് പറയുന്നതിനെ മാറ്റിമറിക്കുവാൻ ഒരാൾക്കും പറ്റൂല. ത്രികാലജ്ഞാനിയാണവൻ. അതും അവനെ മാത്രം ആരാധിക്കാനുള്ള രേഖയായിക്കൊണ്ട് അടുത്ത ആയത്ത് വരുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ പുറമെ അള്ളാഹ്ക്ക് മാത്രമേ എല്ലാം അറിയുള്ളൂ എന്നുള്ളത്. അല്ലെങ്കിൽ ലോകത്താരെങ്കിലും പറയട്ടെ ഞങ്ങൾക്കും എല്ലാം അറിയുമെന്ന് പറയാൻ കഴിയൂല. അപ്പം ഇവിടെ സൃഷ്ടിപ്പിൻ്റെ കാര്യം വീണ്ടും അതിനെ മടക്കിക്കൊണ്ടുവരുന്നു. മനുഷ്യനിവിടെ ലോകത്ത് കോടാനുകോടി മനുഷ്യന്മാരിവിടെ ഭൂമിയിൽ മരിച്ച് മണ്ണടിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇനി ഇവരൊക്കെ അവരുടെ ഖബറുകളിൽ നിന്ന് ഇങ്ങനെ മുളപൊട്ടല്ലേ. വഇദൽ ഖുബൂറു ബുഅ്സിറത്, ഖബറുകൾ പുറന്തള്ളപ്പെടും. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹാ, ഭൂമി അതിൻ്റെ ഭാരങ്ങളെ പുറത്തേക്ക് തള്ളും. മനുഷ്യന്മാര് അവരുടെ ബോഡിയിൽ നിന്ന് നശിക്കാത്ത ഒരു ചെറിയ ഭാഗം മണ്ണിൻ്റെ എവിടെയോ പൊതഞ്ഞു കിടക്കും. അതിന് ത്രികാസ്തി എന്നാണ് മലയാളത്തിൽ പറയാ. നമ്മുടെ എല്ലിൻ്റെ നേരിയ കടുക് തരിയുടെ അത്ര തോലും അതിനേക്കാളും നേരിയ വസ്തു മണ്ണിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്, നമ്മളുടെയൊക്കെ അടയാളങ്ങളായിട്ട്. അതിൽ നിന്നാണ് വീണ്ടും എന്ത് ചെയ്യുന്നത്? സൃഷ്ടിപ്പ് നടക്കുക. അതിൽ ആ മനുഷ്യൻ്റെ ആവശ്യമായ എല്ലാം അതേപോലെ തന്നെ ഉണ്ടാവും. എല്ലാം ഇതിൽ നിന്ന് പൊട്ടിമുളക്കും. നമ്മൾ കാണുന്നില്ല. അതിന് ഉദാഹരണമാണ് അല്ലാഹു തആല നമ്മളോട് ചോദിച്ചത്, എടോ ചുറ്റുഭാഗത്തേക്ക് നോക്ക്, നീ എങ്ങനെ ഭൂമിയിൽ നിന്ന് വീണ്ടും ഉണ്ടാകാൻ പോകുന്നത് നിനക്കിപ്പോൾ നീ മരിച്ചിട്ടല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പോഴും നിനക്കത് മനസ്സിലാവില്ലല്ലോ. പക്ഷെ ഇപ്പൊ കാണാൻ പറ്റിയ ചില ഉദാഹരണങ്ങളുണ്ട്. നോക്ക്, ദേ ഭൂമി കണ്ടോ, കട്ട കീറി കിടക്കുന്ന കട്ടപ്പാടങ്ങൾ കാണുന്നില്ലേ? ആകെ വിണ്ട് കീറി കിടക്കുകയാണ്. മഴയൊന്നുമില്ലാത്ത സമയത്ത് തരിശായി കിടക്കുന്ന പാടങ്ങൾ അല്ലെ, മൊട്ടക്കുന്നുകൾ. അങ്ങനെയുള്ള സ്ഥലത്തതാ ഫൈദാ അൻസൽനാ അലൈഹൽ മാഅ ഇഹ്തസ്സത് വറബത് വഅംബതത് മിൻ കുല്ലി സൗജിൻ ബഹീജ്, അതാ അതിൽ നിന്ന് മുളച്ചു വരുന്നു. കാണുന്നില്ല നീ? എന്തൊക്കെ ചെടികളാ വരുന്നത്? നമ്മൾ നട്ടതാ. ഏതൊക്കെ ചെടികളാണ് ഒരു മഴങ്ങട്ട് പെയ്താൽ കിളിർത്ത് വരുന്നത്? പാടത്തും പറമ്പിലും തൊടിയിലും മലമുകളിലും മലമേടുകളിലും മൊട്ടക്കുന്നുകളിലുമൊക്കെ ഏതൊക്കെ ജാതി സൈസ് പുല്ലുകളും ചെടികളും ഒക്കെയാണ് മുളച്ചിങ്ങോട്ട് വരുന്നത്? ആരാ? നമ്മളൊക്കെ പോയിട്ട് അവിടെ വിത്ത് നട്ടതാ. അതിൻ്റെയൊക്കെ അംശങ്ങൾ അവിടെ ഉണ്ട്. അതൊന്ന് വരികയാണ്. വെള്ളാണ്ട് കിട്ടുമ്പോൾ അതാണ്ട് പുറത്തേക്കാണ് വരും. ഇതേപോലെ മനുഷ്യ, നിന്റെയും കാര്യം, നിന്നെയും ഇങ്ങനെ നിന്നെ മരിച്ച ആകെ നുരുമ്പി എന്തായി കഴിഞ്ഞാലും ഒക്കെ അതിൽ നിന്ന് വീണ്ടും പുറത്തേക്ക് കൊണ്ടുവരും. അതൊക്കെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയാസമില്ല. അതാണ് വഹുവ അഹ്വനു അലൈഹി എന്ന് പറഞ്ഞത്. അവനതൊക്കെ വളരെ നിസ്സാരമാണ്. അപ്പം അങ്ങനെയുള്ള അള്ളാഹിനെ മാത്രം ആരാധിക്കണം എന്നാണ് നിങ്ങളോട് പറയുന്നത്. അല്ല വേറെ ആർക്കെങ്കിലും അങ്ങനെ പറ്റുമോ? എന്നാൽ നിങ്ങൾ ആരാധിച്ചോ. വെറുതെ പറയാന്നല്ലാതെ ആരെ കൊണ്ടാ സാധിക്കുക? പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് തെളിവില്ല എന്ന് പറയുന്നത്.